ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസഫലം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയാകും. അപ്പം ആദ്യം നമുക്ക് ചിങ്ങക്കുറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ആ ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ട് ആദ്യ പകുതി. സെപ്റ്റംബർ 17 ആ സൂര്യൻ 2 രാശി മാറുന്നു. ചൊവ്വ സെപ്റ്റംബർ 18 11 നിന്നും 12 രാശി മാറുന്നു. ബുധൻ സെപ്റ്റംബർ 7 ജന്മരാശിയിൽ നിന്നും 2 ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ഗുരു 12 ഉച്ചസ്ഥിതനാണ്. ശുക്രൻ സെപ്റ്റംബർ 2 2 നിന്നും 3 രാശി മാറുന്നു. ശനി അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 7 കേതു ജന്മരാശിയിലും സ്ഥിതി തുടരുന്നു. അതായത് ശുക്രൻ, ബുധൻ, സൂര്യൻ, കുജൻ, ഈ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായിട്ടും സെപ്റ്റംബർ മാസത്തിലെ രാശിമാറ്റങ്ങൾ വരുന്നത്. ഇപ്പം നമുക്ക് സെപ്റ്റംബർ മാസത്തിലെ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ഈ കുറുകാരുടെയും ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപൻ ആദ്യ പകുതി ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ്. ജന്മരാശിയിൽ കേതു ഉണ്ടെങ്കിലും രാശിയാധിപൻ രാശിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഇമ്മ്യൂണിറ്റി ലെവല് ഉയരും, കൂടുതൽ എനർജിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ഇപ്പോൾ 6ാം ഭാവാധിപനായ ശനി 8 നിൽക്കുന്നുണ്ട്. 8ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വിപരീത രാജയോഗമാണ്. അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ തീർച്ചയായിട്ടും അവർക്ക് സഡൻ റിക്കവറി സാധ്യമാകുന്ന സമയമാണ്. ഇപ്പം ശനി ചൊവ്വയൊക്കെ 2 5 ദൃഷ്ടിയുണ്ട് എന്നുള്ളതിനാൽ ആഹാരത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ ഈ കുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവസാനത്തെ പകുതി ചൊവ്വ 12 രാശി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ യാത്രകളിൽ, ദൂരയാത്രകളിൽ, അതുപോലെ ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ഇനി തൊഴിൽസ്ഥിതി. ഇപ്പോൾ തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 3ഉം 10ഉം ഭാവാധിപൻ ശുക്രനാണ്. അപ്പോൾ ആ ശുക്രൻ 3 ബലവാനാണ്. കർമ്മകാരകനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ ആണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ വർക്കിൽ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കർമ്മ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് വീഴ്ചകൾ കറക്റ്റ് ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് ഒരു ഫേവറബിൾ ടൈം എന്ന് തന്നെ പറയാം. വർക്കിൽ ആലസ്യമൊക്കെ മാറും. വർക്കിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ ഷൈൻ ചെയ്യാവുന്ന സമയമാണ്. വക്രശനി 10 ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ കാലതാമസം വരാതെ നോക്കണം. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ആലോചിച്ച് തീരുമാനിക്കണം. അതുപോലെ ചിലർക്ക് തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ പൊതുവെ നമുക്ക് കൂടുതൽ അച്ചടക്കം, നീതിബോധം തൊഴിലിടത്ത് നിലനിർത്തി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ചില മേഖലകളിൽ, ഇപ്പോൾ നമ്മൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖല, സയൻറ്റിസ്റ്റുകൾ, അതുപോലെ ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നവർ, പ്രിസൺ വർക്കേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ ഇൻഷുറൻസ്, ബാങ്കിങ് വർക്ക് ചെയ്യുന്നവർ, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ, സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവർ, ആതുര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ പൊതുവെ വളരെ ഫേവറബിളായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അവരുടെ തൊഴിലിൽ കാണുന്നത്. ഇപ്പോൾ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഇനി ബിസിനസ്സുകാർക്ക്. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ആ ബുധൻ ജന്മലഗ്ന രാശിയിൽ ആദ്യവാരം ഉണ്ട്. അതിനുശേഷം ധനസ്ഥാനത്തേക്ക് ഉച്ചരാശിയിലേക്ക് ആ ബുധൻ മാറുന്നു. അതുപോലെ
7 രാഹുണ്ട്. 7-ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിലാണെങ്കിലും വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ അവലോകനം ചെയ്യുന്ന സമയമാണ്. ബിസിനസ്സിലെ കുറവുകൾ പരിഹരിച്ച് പോകാൻ അനുകൂലമായ സമയമാണ്. ബിസിനസ് കാരകൻ ബുധൻ ബലവാനാണ് എന്നുള്ളത് കൊണ്ട് ബിസിനസ്സിൽ വരുമാനം കൂടും, ധനനേട്ടം ഉണ്ടാകും, ലാഭവർദ്ധനമൊക്കെ പ്രതീക്ഷിക്കാം. ബിസിനസ് എക്സ്പാൻഷനും അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് 7-ലേക്ക് രാഹുവിൻ്റെ സ്ഥിതി അതിന് സഹായകമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ ഒരു കെയറൊക്കെ വേണം. പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ 7-ലൊക്കെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്, 7-ൽ രാഹുവുണ്ട്. അപ്പോൾ പൊതുവെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ചെറിയ തലത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവിടെ ഒരു കെയർ വേണം. കഴിവതും നമ്മൾ സഡനായിട്ട് ഒരു തീരുമാനം എടുക്കാതിരിക്കുക. എന്ത് തീരുമാനമായാലും ആലോചിച്ച് തീരുമാനിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. ആ ബുധൻ പഠനസ്ഥാനത്താണ് ഉച്ചരാശിയിൽ നിൽക്കുന്നത്, 2-ാം ഭാവരാശിയിൽ. പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ 5-ാം ഭാവാധിപനെ ഗുരുവും ഉച്ചസ്ഥിതനാണ്. അപ്പം അത് 12-ലാണ് ആ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പൊതുവേ അത് വിദേശത്തൊക്കെ പഠനം, അതുപോലെ ഉന്നത പഠനം, ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ പൊതുവെ നമുക്ക് അത്തരത്തിൽ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് സന്താനങ്ങൾക്കൊക്കെ തന്നെ സന്താനങ്ങളുടെ കാര്യങ്ങളിലൊക്കെ സന്താനങ്ങൾക്ക് വിദേശ പഠനത്തൊക്കെ യോഗം കാണുന്നുണ്ട്. അതുവഴിയൊക്കെ സന്താനത്തിന് പഠന ചെലവൊക്കെ കൂടാവുന്ന ഒരു സമയമായിട്ടും കാണുന്നുണ്ട്. 9-ാം ഭാവാധിപനായിട്ട് ചൊവ്വ ആദ്യ പകുതിയൊക്കെ 11-ലാണ് നിൽക്കുന്നത്. അതും പ്രത്യേകിച്ച് ഉന്നത പഠനം നടത്തുന്നവർക്ക് പഠന നേട്ടത്തിന് സഹായകമാണ് ആദ്യത്തെ പകുതി. അതുപോലെ 6-ല് ചൊവ്വയുടെ ഉച്ചദൃഷ്ടിയൊക്കെ ഉണ്ട്. ഗുരുവും 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിൽ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ്, വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ അതേസമയം പഠന സംബന്ധമായിട്ട് പൊതുവെ ചെലവ് കൂടാൻ സാധ്യതയുള്ള ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ 2-ഉം 11-ഉം ഭാവാധിപൻ എന്ന് പറയുന്ന ബുധനാണ്. ആ ബുധൻ 7 മുതൽ 2-ല് ഉച്ചരാശിയിൽ വരികയാണ്. ആദ്യവാരം ജന്മരാശിയിലാണ് ആ ബുധൻ നിൽക്കുന്നത്. അപ്പോൾ 10-ന് നിൽക്കുന്ന യോഗകാരകനായിട്ടുള്ള ചൊവ്വ യോഗകാരകനാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ആദ്യ പകുതി 2-ല് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി സൂര്യനും 2-ൽ, ജന്മലഗ്ന രാശ്യാധിപനും 2-ലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പം ധനാർജനത്തിനുള്ള പരിശ്രമം ഈ സമയത്ത് കൂടും, ധനനേട്ടം ഉണ്ടാകാം. ചിലർക്ക് അവർ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് മോണിറ്ററി ഗെയിനിന് സാധ്യത കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗെയിനും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുപോലെ ജോയിൻ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുക വഴി അതുവഴിയുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം ഗുരു 12-ല് ഉച്ചസ്ഥിതനാകുന്നു എന്നുള്ളത് കൊണ്ട്, അതുപോലെ ചൊവ്വയും 12-ലേക്ക് അവസാനത്തെ പകുതി രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ചെലവൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, സത്പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള, ഭാവിയിൽ ഗുണം കിട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവ് ആയിട്ട് കാണുക. അപ്പം നമ്മൾ അനാവശ്യ ചെലവ് കുറച്ച് പോവുക, ധനവ്യയത്തിൽ ഒരു കെയർ കൊടുത്ത് പോവുക. വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7-ാം ഭാവാധിപൻ ശനിയാണ്. ആ ശനി അഷ്ടമത്തിലാണ്, എങ്കിലും ആ ശനി വക്രത്തിലാണ് 8-ൽ സഞ്ചരിക്കുന്നത്. ഗുരു ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് മെല്ലപ്പോക്ക് കുറയുന്നതിനും അതുപോലെ തന്നെ വിവാഹ വിഷയമൊക്കെ വീട്ടിൽ ചർച്ച ചെയ്യുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് മുമ്പ് വന്ന വിവാഹ ആലോചനകൾ വീണ്ടും വരുന്നതിനും സാധ്യത കാണുന്നു. രാഹു കേതുക്കളുടെ ആക്സിസിലാണ് 7-ാം ഭാവം എന്നുള്ളത് കൊണ്ട് നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് സഡനായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രണയബന്ധത്തിലോട്ട് വരുമ്പോൾ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ലാണ്. 5-ല് ആ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പം പ്രണയബന്ധം, അതുപോലെ ശനിയുടെ ദൃഷ്ടിയും 5-ലുണ്ട്. പ്രണയബന്ധം
സുഖകരമാകണമെന്നില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരെ യാത്രകൾക്കും അതുവഴിയൊക്കെ പണച്ചെലവ് കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രണയ പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഇനി മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് 7ാം ഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിനും അവ റിസോൾവ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. 7ൽ രാഹു ഉണ്ട്, ആദ്യ പകുതി 7ൽ സൂര്യൻ്റെ ദൃഷ്ടിയുമുണ്ട്, അവസാനത്തെ പകുതി 7ൽ ചൊവ്വയുടെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ പൊതുവെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. കാരണം സൂര്യനും രാഹു 7 നിൽക്കുന്നു, സൂര്യൻ്റെ ദൃഷ്ടി 7ൽ വരുന്നു. രാഹു സൂര്യൻ ശത്രുഗ്രഹങ്ങളാണ്. അവസാനത്തെ പകുതി ചൊവ്വയും ആ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത് വളരെ പോസിറ്റീവാണ്. 4ാം ഭാവാധിപനായ ചൊവ്വ ആദ്യ പകുതി നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ആണ് നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ കുടുംബത്തിൽ നമ്മൾ വസ്തു വാങ്ങുന്നതിനോ, അതായത് സ്ഥാവര ജംഗമ വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ട്രാൻസാക്ഷൻ വഴിയൊക്കെ ധനനേട്ടമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കൊക്കെ ആദ്യ പകുതിയൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് 4ാം ഭാവാധിപൻ 11 നിൽക്കുന്നു. അതുപോലെ 2ൽ ചൊവ്വയുടെയും ശനിയുടെയൊക്കെ ദൃഷ്ടി ഉണ്ട്. അതുപോലെ അവസാനത്തെ പകുതി 2ൽ സൂര്യനും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഭൗതിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി സറൗണ്ടിങ്സ് ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്താനാകും. എങ്കിലും നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ട്, ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അത് മാനസികമായിട്ട് ഒരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ സെപ്റ്റംബർ 8, 9, 22, 23, 26, 27 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള പൊതുഫലമാണ്. ഇപ്പോൾ ചിങ്ങക്കൂറും ചിങ്ങലഗ്നം എന്ന് ഞാൻ പറയുമ്പോൾ ചിങ്ങക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികൾ വരാം. അപ്പോൾ ചിങ്ങലഗ്നം അല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുള്ള ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതെന്ന് കാണുക. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് സെപ്റ്റംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. അതേസമയം ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ദശ നടക്കുന്നു, എന്ത് അപകാരം നടക്കുന്നു, എന്ത് ഛിദ്രം നടക്കുന്നു, അവയൊക്കെ ജാതകത്തിൽ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്ന് ഉള്ളതിനനുസരിച്ച് നമുക്ക് ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് ഈ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.